ഹായ് ഓൾ. അപ്പോൾ ഈ 2024 സ്കോറും റാങ്കും നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഓൾ ഇന്ത്യ റാങ്കാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഓരോ സ്റ്റേറ്റ് വൈസുള്ള റാങ്ക് ഓരോ സ്റ്റേറ്റ്സും വരും. ഇപ്പോൾ കീമിൻ്റെ അതെങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ആദ്യമായി നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ സബ്മിറ്റ് ചെയ്യണം. അത് നമ്മുടെ കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലൊക്കെ ഉണ്ട്, അതിനൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും കേരളത്തിലെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലൂടെ നിങ്ങൾ കടന്നു പോകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കീമിൻ്റെ നീറ്റിൻ്റെ മാർക്കുകൾ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായിട്ടില്ല, അതുടനെ ആകും. അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്ഡേറ്റ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് റാങ്ക് അനലൈസ് ചെയ്യാൻ പോവാണ്. ശരിക്കും ഈ വർഷം ഉണ്ടായ മാറ്റങ്ങൾ, ഇപ്പോൾ നമുക്കിപ്പം സ്കോർ കാർഡൊക്കെ ഒന്ന് കിട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ബേസിൽ ഈ വർഷം ഉണ്ടായ ചേഞ്ചസ് എന്താണെന്ന് അനലൈസ് ചെയ്യുകയും അത് വെച്ച് നിങ്ങൾക്കൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ളൊരു ഹെൽപ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ നോക്കുക, നമുക്ക് ഈ വർഷത്തെ കുറച്ച് നീറ്റ് സ്കോറുകൾ നമുക്കിവിടെ നോക്കാം. അതിന് ആ സ്കോറിന് കറസ്പോണ്ടിങ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഏതായിരുന്നു, അതുപോലെ തന്നെ ഈ വർഷത്തെ റാങ്ക് ഏതാണ്, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 700 തൊട്ട് ഒരു 609 വരെ റേഞ്ച് ചെയ്യുന്ന കാറ്റഗറി. എനിക്ക് തോന്നുന്നു MBBSൽ നോക്കുന്നവർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നൊരു കാറ്റഗറിയാണ് ശരിക്കും ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ആ കാറ്റഗറിയിൽ പെടുന്ന ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ വർഷമാകുമ്പം 67ഓളം 720s ഉള്ളൊരു ഇയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫിൽ ചെറിയ മാറ്റങ്ങൾ വരും എന്നൊക്കെ ചിലപ്പം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് അതിലൊരു ഇൻറ്റിമേഷനൊക്കെ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ശരിക്കും നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതായത് ഇത് ആക്ച്വലി ഓൾ ഇന്ത്യ റാങ്കാണ്. രണ്ടും ഓൾ ഇന്ത്യ റാങ്കാണ്. ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയുമാണ് അനലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 705 സ്കോർ ചെയ്തൊരു കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം, ഈ സ്റ്റാർ കാണിക്കുന്നത് ഏകദേശം എന്നാണ്, എക്സാക്ട്ലി ഈ റാങ്ക് എന്നല്ല. കാരണം ഒരു മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ റാങ്ക് അസൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ 705 സ്കോർ ചെയ്ത ഒരു കുട്ടിയുടെ 2023 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 109 ആയിരുന്നു. എന്നാൽ 2024 ആ കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 1294 യെസ്. അപ്പം നമ്മുടെ 700 കാറ്റഗറിയിൽ തന്നെ ഒരു 900 ഒരു 1000 എബോവ് റാങ്കിൻ്റെ ഷിഫ്റ്റ് ചിലപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നുള്ളത് 703 സ്കോർ ചെയ്ത ഒരു കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 2023 177 ആയിരുന്നു. എന്നാൽ അത് ഈ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്കിലേക്ക് വന്നപ്പോൾ അത് 1399 ഏകദേശം ഈ റേഞ്ചിലായി. 700ലേക്ക് നോക്കുക, 700 സ്കോർ ചെയ്ത ഒരു കുട്ടിയുടെ ഏകദേശം റേഞ്ച് 214 ആയിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ 700 സ്കോർ ചെയ്ത ഒരു കുട്ടിയുടെ 2024 ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 2150 സെയിം ഗോസ് വിത്ത് അതർ സർക്കംസ്റ്റൻസസ്. ഇവിടെ നമ്മൾ നോക്കുക, 695 408 2023 2024 വന്നപ്പോൾ 3221 റാങ്ക്. 690 റേഞ്ച് വന്നത് 699 ആയിരുന്നു റാങ്ക് ഓൾ ഇന്ത്യയിലെങ്കിൽ അത് 5143 മാറിയിട്ടുള്ളത് ഈ വർഷം. സോ നെക്സ്റ്റ് ദ ക്രൂഷ്യൽ കാറ്റഗറി, ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ട് നമ്മൾ ഈ വർഷം നോക്കാൻ പോകുന്നൊരു കാറ്റഗറി ഓഫ് റേഞ്ച് ഓഫ് മാർക്കുകളാണ് ശരിക്കും നിങ്ങളിവിടെ കാണുന്നത്. സോ അവിടെ നിങ്ങൾ നോക്കിയാൽ 686 എന്ന് വെച്ചാൽ ആ ഒരു റേഞ്ച്, ഞാനിപ്പോൾ ഒരു മാർക്ക് ആർബിട്രറി ആയിട്ട് എടുത്തതേ ഉള്ളൂ. ആ മാർക്കിന് കഴിഞ്ഞ വർഷത്തെ റാങ്ക് 1000-ൽ താഴെയായിരുന്നു ഓൾ ഇന്ത്യയിൽ, 953 ആയിരുന്നു. ഈ വർഷം ആ റാങ്ക് 6110 റേഞ്ചിലാണ് ശരിക്കും വന്ന് ഫോളോ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 658, അവിടുന്ന് കുറച്ച് വലിയൊരു ജമ്പ് ഞാൻ എടുത്തു. 686 ഒരു ബിഗ് ജമ്പാണ് ശരിക്കും 658 വന്നത്. ഈ റേഞ്ചിലേക്ക് വന്നപ്പം കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക് 4966 ആയിരുന്നെങ്കിൽ ഈ വർഷത്തിലേക്ക് അത് 23072 വന്നത്. സോ ദിസ് ഈസ് എ വെരി ക്രൂഷ്യൽ കാറ്റഗറി. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ 6000-ഉം ഈ 23000 തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഇവിടുത്തെ. ഏകദേശം നല്ല റാങ്ക് റേഞ്ചിലാണ് വ്യത്യാസം. 10000 മടങ്ങ് റാങ്ക് റേഞ്ച് വ്യത്യാസമാണ് ശരിക്കും ഇത് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കട്ട് ഓഫുകളെല്ലാം വന്ന് വീഴുന്നത്. നെക്സ്റ്റ് 658-ഉം 629 അനദർ ക്രൂഷ്യൽ കാറ്റഗറിയാണ്. 658-ഉം എന്നാൽ 629 മുകളിലുമുള്ള, ഞാൻ ജസ്റ്റ് ഒരു ഇടയ്ക്കിടയ്ക്ക് ടേംസ് എടുത്തതേ ഉള്ളൂ, നമ്പേഴ്സ് എടുത്തതേ ഉള്ളൂ. 629 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ വർഷം 14208 ആയിരുന്നു 629 മാർക്ക് സ്കോർ ചെയ്തൊരു കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ അത് ഈ വർഷം 49046 റേഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത്. സിമിലർലി 609 600-ൻ്റെ റേഞ്ചിലേക്ക് വരുമ്പം കഴിഞ്ഞ വർഷം അത് 23850 ആയിരുന്നെങ്കിൽ 600 റേഞ്ച്, അത് ഈ വർഷത്തേക്ക് 71150 മാറിയത്. സോ ഇത് ആക്ച്വലി ഒരു ബിഗർ പിക്ചർ തരികയാണ് ശരിക്കും ഈ ഒരു റാങ്ക് റേഞ്ചിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓഫ് ഹൗ മെനി, ശരിക്കും പറഞ്ഞാൽ ഈ കാറ്റഗറിക്ക് മുകളിലേക്ക് എത്ര പേര് ഉണ്ട് എന്നതിൻ്റെ ഒരു ബിഗർ പിക്ചറാണ് ശരിക്കും ഇത് തരുന്നത്. കണ്ടോ?
സോ 629 മാർക്കിന് മുകളിൽ ഇന്ത്യയിൽ സ്കോർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 49,046 സോ ദാറ്റ് ഡിസൈഡ്സ് ദ കട്ട് ഓഫ്. അവിടെയാണ് ശരിക്കും നമ്മുടെ കട്ട് ഓഫിൻ്റെ ആ ഒരു ഇത് ശരിക്കും ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതിൽ കേരളയുടെ കാര്യം നമുക്കിപ്പോൾ തൽക്കാലം അനലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വരുന്ന വീഡിയോസിൽ ഓൾ ഇന്ത്യ കാറ്റഗറീൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ വർഷം ഓൾ ഇന്ത്യ നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയാനുള്ള റീസണും കൂടെയാണ് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 700 മുകളിൽ കേരളത്തിൽ നിന്ന് സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം 11 അടുത്തായിരുന്നു, 11-12 അടുത്തായിരുന്നു. ഈ വർഷം 700 മുകളിൽ കേരളത്തിൽ നിന്ന് സ്കോർ ചെയ്ത എണ്ണം ഏകദേശം 200 മുകളിലാണ്, 200 മുകളിലാണ്. സോ അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ നമ്മൾക്കിപ്പോൾ കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് കൂടുതൽ ഓൾ ഇന്ത്യ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കട്ട് ഓഫ് കേരളത്തിനെ കുറച്ചെങ്കിലും നമ്മളെ നമുക്കൊന്ന് സമാധാനം തരുന്ന രീതിയിലാവുന്നത് നമുക്ക് ഒരു പ്രതീക്ഷ തരുന്നതാവും. ഇൻ കേസ് ഇഫ് ദ 700 അബോവ് കാൻഡിഡേറ്റ്സ് ചൂസ് ഓൾ ഇന്ത്യ സീറ്റ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് വരും. പക്ഷേ അപ്പോഴും ഈ 700 അബോവ് ആൾക്കാർ എത്ര പേര് അത് ചൂസ് ചെയ്യും എന്നുള്ളതാണ് ശരിക്കും ഈ 2150 എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ സീറ്റ്സ് ആയിട്ട് എത്ര പേര് ഇത് ചൂസ് ചെയ്യും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊരിക്കലും അവരെ നിർബന്ധിക്കാൻ പറ്റില്ല, ദേ ഷുഡ് ചൂസ്. അപ്പോൾ എന്നാലും ഒരു 15% AIQ വഴി വെച്ചാൽ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പം സ്റ്റേറ്റ് കാറ്റഗറി വെച്ച് കൊടുക്കുന്നവർക്ക് കയറിപ്പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണത് ക്രൂഷ്യലാണ് ശരിക്കും ഇത് എന്ന് പറയുന്നത്. ഈ ആൾക്കാരുടെ എണ്ണം ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഇനി നമുക്ക് കേരളത്തിലേക്കുള്ള അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 കാറ്റഗറിയാണ് മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ജനറൽ കാറ്റഗറി, മറ്റൊന്ന് EWSഉം OBC. OBCയിൽ തന്നെ ഈഴവ മുസ്ലിം കാറ്റഗറിയിലൊക്കെ ഇവിടെ പെടുന്നതാണ്. ബാക്കിയൊക്കെ നമുക്കിനി വരുന്ന രീതിയിൽ ഇതിൻ്റെ താഴെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനേക്കാളും കുറച്ചുകൂടെ മാർക്ക് താഴെ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 640 ആയിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്കാണ് ശരിക്കും ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ ആ റാങ്ക് റേഞ്ച് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് വിൽ ബി ബിറ്റ്വീൻ ദിസ്. ഈ മാർക്ക് റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും ശരിക്കും കട്ട് ഓഫ് വരിക. ആ മാർക്ക് റേഞ്ചിൻ്റെ ഇടയിലെന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി ക്ലോസ് ടു 658. 658 മുകളിലായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലാണ്. ഇറ്റ് വിൽ ബി എബോവ്. ക്ലോസ് ടു എന്നും പറയാൻ പറ്റത്തില്ല, ഇറ്റ് വിൽ ബി എബോവ്. ഫർദർ അബോവ് 658 എന്ന് വേണം ശരിക്കും പറയാൻ. ക്ലോസ് ടു എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ബി എബോവ് 658 ആണ് ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റിന് ശരിക്കും കേരളത്തിലെ ഒരു അഡ്മിഷന് വേണ്ടി. ഓൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിലും കുറയും. പക്ഷേ കേരളത്തിലെ 85% കോട്ട വെച്ചിട്ട് നോക്കുമ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റ് കട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മഞ്ചേരി, ഇടുക്കിയാന്ന് തോന്നുന്നു, ഇടുക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരണമെങ്കിൽ ശരിക്കും ഈ ഒരു റേഞ്ച് ഇടുക്കിയല്ല, എറണാകുളമാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ളത്. സോ എറണാകുളത്താണെങ്കിൽ അങ്ങനെ ഒരു വന്നപ്പം 658 എബോവ് ആണ് ശരിക്കും നമുക്ക് ആ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നത്. സോ ദാറ്റ് ഈസ് ദ കാറ്റഗറി സ്റ്റേറ്റ് ഫോർ സ്റ്റേറ്റ് മെറിറ്റ്. നെക്സ്റ്റ് ഈസ് EWS. 585 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ആയിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ കയറി. തേർഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്, തേർഡ് അലോട്ട്മെൻറ്റിലെ കാര്യമാണ് പറയുന്നത്. സോ 585 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്ക് 38,715 ആയിരുന്നു. അത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കാറ്റഗറി ശരിക്കും ഇൻ ബിറ്റ്വീൻ ഇവിടെയാണ് വരിക. സോ ഇൻ ബിറ്റ്വീൻ ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എബോവ് 629. EWS കാറ്റഗറി സ്റ്റുഡൻറ്റിന് ഇറ്റ് വിൽ ബി ദെയർ സ്കോർ ഷുഡ് ബി ഒരു സേഫർ സൈഡ് എന്നുള്ള 636 അടുത്തൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു 629 മുകളിൽ സ്കോർ ഉണ്ടെങ്കിലാണ് ശരിക്കും EWS കാറ്റഗറിയിലൊരു സ്റ്റുഡൻറ്റിന് സീറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റുക. അടുത്തത് കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. OBC 612 ആയിരുന്നു കഴിഞ്ഞ വർഷം തേർഡ് അലോട്ട്മെൻറ്റിൽ കയറിയ റാങ്ക്. സോ 22,296 ആയിരുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക്. സോ കറസ്പോണ്ടിങ് ടു ദിസ് നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം, ഇതും ഫോളോ ചെയ്യുന്നത് ശരിക്കും ഈ കാറ്റഗറിയിലാണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് OBC കട്ട് ഓഫ് എന്ന് പറയുന്നത് ക്ലോസ് ടു 658 ആണെന്ന് പറയേണ്ടി വരും. സോ ഇവിടേക്ക് നമ്മൾ പറയുമ്പം ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ മുകളിലുള്ള കേരളത്തിലെ ആൾക്കാർ വെച്ചിട്ടില്ല, അവരെയും കൂടെ കൺസിഡർ ചെയ്തുള്ള കാര്യമാണ് പറയുന്നത്. ഇൻ കേസ് മുകളിലുള്ള ആൾക്കാർ ഓൾ ഇന്ത്യ വഴി കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 200 സീറ്റോളം നമുക്ക് അവിടെ എന്ത് ചെയ്യുകയാണ് ബാക്കി വരികയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കിത് എന്ത് ചെയ്യാം, കട്ട് ഓഫ് കുറച്ചും കൂടെ കുറയാനുള്ള ചാൻസുകളൊക്കെ ശരിക്കും കാണുന്നുണ്ട്. സോ എന്നാൽ പോലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡാറ്റ വെച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരു കൃത്യമായൊരു കട്ട് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ ഒരു 658 മുകളിൽ വരും, EWS കാറ്റഗറി ആണെങ്കിൽ ഒരു 629 മുകളിൽ വരും, OBC കാറ്റഗറി ആണെങ്കിൽ 658 മുകളിൽ വരും. ബാക്കി ഇതിൻ്റെ റേഞ്ചിൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ OBC ആകുമ്പോൾ നമ്മൾ ഈഴവ മുസ്ലിം കാറ്റഗറീസൊക്കെ ഇതിൽ പെടുന്നതാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ കേരളയുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റും കൂടെ അവർ പറയും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി 2 പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് നിങ്ങൾക്കുള്ളത്.
അപ്പോൾ അതിപ്പോൾ MBBS നോക്കുന്നവരായിക്കോട്ടെ, വെറ്റിനറി നോക്കുന്നവരായിക്കോട്ടെ, BDS നോക്കുന്നവരായിക്കോട്ടെ, ആയുഷ് നോക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും 2 അലോട്ട്മെൻറ്റ് പ്രോസസ്സസ് കാണും. MBBS BDS ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറയും, അതെല്ലാവരും കൊടുക്കണം. അത് ഓൾ ഇന്ത്യയിലാണ് കൗൺസിലിംഗ് പ്രോസസ്സ് വരുന്നത്, അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ കീമിൽ നമ്മൾ നമ്മുടെ സ്കോർ സബ്മിഷൻ നടത്തണം. സ്കീം സ്കോർ സബ്മിഷൻ്റെ കൂട്ടത്തിൽ കേരളയിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള അലോക്കേഷനും വരും. അപ്പോൾ അങ്ങനെ 2 അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലൂടെയാണ് നിങ്ങൾക്ക് ഇനി കടന്നു പോകേണ്ട അടുത്ത നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം OBC NCL അതുപോലുള്ള കാസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കയ്യിൽ കരുതണം. അതൊക്കെ വെച്ച് വേണം അഡ്മിഷന് പോകാൻ വേണ്ടി. സോ ഇപ്പം PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് കേരളത്തിലുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് സെക്യൂർ ചെയ്യണം, അവരുടെ ഡിസബിലിറ്റീൻ്റെ കാര്യങ്ങൾ. അത് കാരണം അത് ആണ് നിങ്ങളുടെ രേഖയായിട്ട് ശരിക്കും നിങ്ങളവിടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എത്രയൊക്കെ മാർക്ക് സ്കോർ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പ്രോപ്പർ സർട്ടിഫിക്കറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ കളയാൻ നമ്മുടെ മെഡിക്കൽ കോളേജസിന് അല്ലെങ്കിൽ NMC റെഗുലേഷൻ പ്രകാരം അതിനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ദയവ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ സെറ്റാക്കി കൊണ്ടുപോകാം കേട്ടോ. സോ ഇനി ഇത് മാറും തിരിയാം, എന്നാലും വലിയ ചേഞ്ചുകൾ വരാൻ നമുക്ക് അത്രയും എക്സ്പെക്റ്റബിൾ അല്ല. ശരിക്കും വലിയ വാസ്റ്റ് ചേഞ്ച് കഴിഞ്ഞ വർഷത്തെ പോലെ വരണം എന്നില്ല. എന്നാലും ഇപ്പോൾ തന്നെ പറഞ്ഞാൽ 640 ആയെന്നുള്ളത് ഇപ്പോൾ ഒരു 660 20 മാർക്ക് റേഞ്ചിലേക്കാണ് ജമ്പ് വന്നിട്ടുള്ളത്. വലിയൊരു ജമ്പ് തന്നെയാണ്. പക്ഷെ എന്നാലും ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെയാണെങ്കിൽ 585 ആണെങ്കിൽ EWSൻ്റെ കേസിൽ വലിയൊരു ജമ്പ് സംഭവിച്ചിട്ടുണ്ട്. 612 ആണെങ്കിൽ ഇവിടെയും വലിയൊരു ജമ്പാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും എബവ് 650 സ്റ്റേറ്റ് മെറിറ്റ്. അത് ഏകദേശം ഒരു 665 നോക്കേണ്ടിയൊക്കെ വരും. ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും ചിലപ്പം പറയുക. എന്നാലും സ്റ്റിൽ വി ഹാവ് ഹോപ്സ്. ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ഇന്ത്യ കോട്ടൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി വരുന്ന കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. നമുക്ക് MBBS മാത്രമല്ല സീറ്റ്സ് എന്നറിയാം. MBBSൻ്റെ കൂടെ നമുക്ക് BDSൻ്റെ ഓൾ ഇന്ത്യ, വെറ്റിനറി ഓൾ ഇന്ത്യ, ആയുഷ് ഓൾ ഇന്ത്യ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ഇതിൽ നമുക്ക് അത് വെച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു കോഴ്സ് ചെയ്ത് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺ.